വട്ടപൂജ്യമാണ് രാഹുൽ ഗാന്ധി. അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും രാജ്യത്തിന്റെയും മുന്നേറ്റത്തിന് തടസ്സം നിൽക്കാതെ മുന്നിൽ നിന്ന് മാറി നിൽക്കുക. നന്നായി വെള്ളമൊഴിച്ചാൽ പടർന്ന് പന്തലിക്കാൻ കഴിവുള്ള വേരുകൾ. എന്നാൽ മഴ കിട്ടേണ്ട വേരുകൾക്ക് അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയാണ് രാഹുൽ ഗാന്ധി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്യുക. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും. കേരളത്തിൽ ഏറെ പ്രചാരമുള്ള ഒരു പഴമൊഴിയാണ്. ഭാവി പ്രധാനമന്ത്രിയായി ചിലർ ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധിക്ക് യോജിച്ച പഴമൊഴിയാണിത്. കാരണം ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് ജയ് വിളിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ദഹിച്ചു കൊള്ളണമെന്നില്ല. അവർ എന്നെ ചീത്ത വിളിച്ചേക്കാം. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വസ്തുതകൾ എന്നും വസ്തുതകളായി തന്നെ നിലനിൽക്കും. ഈ ചോദ്യം അവരോട് തന്നെയാണ്. ഈ പോക്ക് പോയാൽ രാഹുൽ ഗാന്ധി എന്നെങ്കിലും നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുമോ? നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്കാവുമോ? വരുന്ന മാസങ്ങളിൽ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം BJPക്ക് മുൻതൂക്കം പ്രവചിച്ചു കഴിഞ്ഞു. അതിൽ ചിലപ്പോൾ BJPയുടെ സ്പോൺസേഡ് മാധ്യമപ്രവർത്തകർ ചെയ്ത സർവേകളും ഉണ്ടായിരിക്കാം. കാരണം നട്ടെല്ലു നിവർന്നു നിൽക്കേണ്ട മാധ്യമങ്ങൾ ഇന്ന് മോഡിക്ക് മുമ്പിൽ കുമ്പിട്ട് കുനിഞ്ഞാണ് നിൽക്കുന്നത്. 2014 കോൺഗ്രസിന്റെ പരാജയത്തിന് ശേഷം ഇപ്പോൾ 2024 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 10 വർഷത്തിനിടയിൽ BJPയെ തളർത്താനും കോൺഗ്രസിനെ വളർത്താനും നെഹ്റുവിയൻ ആദർശങ്ങളെ മുറുകെ പിടിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിനുവേണ്ടി രാഹുൽ ഗാന്ധി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആദ്യം MP എന്ന നിലക്ക് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം തന്നെ എടുക്കാം. പാർലമെന്റിൽ വയനാട് MP ആയ രാഹുൽ ഗാന്ധിക്കുള്ളത് വെറും 51% അറ്റൻഡൻസ് ആണ്. അതായത് രാഹുൽ വയനാട്ടിലുമില്ല, പാർലമെന്റിലുമില്ല. വെറും 8 ചർച്ചകളിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടുള്ളത്. പാർലമെന്റിലെത്തി വെറും 99 ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ളത്. നോക്കണേ, നരേന്ദ്രമോദിക്കെതിരെ 1000 ചോദ്യങ്ങൾ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി 99 ചോദ്യങ്ങളുമായി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിലുള്ള അലംഭാവം, അതിന്റെ ഭീകരത നമ്മോട് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധിക്ക് വെറും പാരമ്പര്യത്തിന്റെ തഴമ്പ് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി വ്യക്തിപരമായി വളരെ ശോകമാണ്. വെറുതെ ഒരു പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തി കൊടുത്താൽ അത്രയും സുഖം, സന്തോഷം എന്നാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കരുതുന്നത്. നിലവിലെ രാഷ്ട്രീയം വെച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കേണ്ടയാളല്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ MP ആയതിനു ശേഷം വയനാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? നമുക്കൊന്ന് പരിശോധിക്കാം. വയനാട്ടിലെ ജനങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണ്ട ചില പ്രശ്നങ്ങൾ വയനാട്ടിൽ നിലവിലുണ്ട്. അതിലൊന്ന് വന്യജീവികൾ. അവിടുത്തെ ജനങ്ങളുടെ കൃഷിസ്ഥലങ്ങളും അവിടുത്തെ മനുഷ്യരെ കൊല്ലുന്നതും പതിവായിരിക്കുകയാണ്. ഈ വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ്. ഈ അടുത്ത നാളുകളിലായി ഒരു കാട്ടാന വീട്ടുമുറ്റത്ത് കയറി ഒരാളെ കുത്തിക്കൊന്നത് വലിയ വാർത്തയായിരുന്നു. കോൺഗ്രസുകാർ തന്നെ അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും ഉണ്ടായി. ഇതിന് ശാശ്വത പരിഹാരം കാണേണ്ടത് പാർലമെന്റിലാണെന്നിരിക്കെ വയനാടിന്റെ MP എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി അതിനു വേണ്ട എന്തെങ്കിലും ശ്രമങ്ങൾ ഈ 5 വർഷത്തിനിടയ്ക്ക് നടത്തിയോ? ഇല്ല എന്നാണ് ഉത്തരം. വയനാട്ടിലെ മറ്റൊരു പ്രശ്നമാണ് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല എന്നുള്ളത്. വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പേയുള്ള വഴികളിൽ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് വയനാട്ടിലൊരു അപകടം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും അടിയന്തിരമായി ശസ്ത്രക്രിയ ആവശ്യമുള്ള ആളുകൾ വരെ കോഴിക്കോട്ടേക്ക് 3 മണിക്കൂറോളം യാത്ര ചെയ്ത് എത്തേണ്ടതായി വരുന്നു. അങ്ങനെ നിരവധി ജീവനുകളാണ് കോഴിക്കോട് വയനാട് റൂട്ടിൽ പൊലിഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഗൗരവപ്പെട്ട വിഷയത്തിന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. അതിനുള്ളൊരു ആത്മാർത്ഥമായ ഒരു ശ്രമമോ അദ്ദേഹം നടത്തിയിട്ടില്ല. മുന്നേയുള്ള സർക്കാർ ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചതല്ലാതെ ഒരു മെഡിക്കൽ കോളേജിന്റെ സർവ്വ സംവിധാനങ്ങളുമുള്ള ഒരു ആശുപത്രിയാക്കി അതിനെ മാറ്റുവാനുള്ള ഫണ്ട് വകയിരുത്തുകയോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രശ്നത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. അവിടെയും വട്ടപൂജ്യമാണ് രാഹുൽ ഗാന്ധി. സ്വന്തം മണ്ഡലത്തിലെ മനുഷ്യരുടെ
അടിസ്ഥാന പ്രശ്നങ്ങളെ പോലും അഡ്രസ് ചെയ്യാത്ത ഒരു ജനപ്രതിനിധിയാണ് ചിലർ പ്രധാനമന്ത്രിയായിട്ട് സ്വപ്നം കാണുന്നത്. വീണ്ടും പറയുന്നു, രാഹുൽ ഗാന്ധി ശുദ്ധനാണ്, പക്ഷെ ദുഷ്ട ഫലമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് പറയാതിരിക്കാനാവില്ല. ജനാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഒരു വ്യത്യാസം എന്നുള്ളത് ജനാധിപത്യത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവും എന്നതാണ്. ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാത്ത ജനാധിപത്യവും സ്വേച്ഛാധിപത്യവും വലിയ വ്യത്യാസമൊന്നും ഇല്ല. അതാണ് ഇന്ത്യയിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് ശക്തമായ ഒരു പ്രതിപക്ഷമില്ല. ഇത്രയും ദുർബലമായ ഒരു പ്രതിപക്ഷം എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ രാഹുൽ ഗാന്ധിയാണ്, ഈ കോൺഗ്രസ് ആണ്. ഇന്ത്യ എന്നൊരു വലിയ രാജ്യത്ത് മുക്കിലും മൂലയിലും വേരുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെടുക്കുക എന്നത് അത്ര പോസിബിളായ ഒരു കാര്യമല്ല. പ്രാദേശികമായി ചില പാർട്ടികൾ ശക്തരാണെങ്കിലും ദേശീയ തലത്തിൽ പോയി നരേന്ദ്രമോദിയോടോ സംഘപരിവാറിനോടോ ഏറ്റുമുട്ടാൻ തക്ക ശേഷിയുള്ള പാർട്ടി കോൺഗ്രസ് അല്ലാതെ മറ്റാരുമില്ല. എന്നാൽ രാജ്യത്തുടനീളം വേരുകളുള്ള കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ മുഴുവൻ ശക്തിയും സംഭരിക്കാൻ രാഹുൽ ഒരു തടസ്സമാണ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. കാരണം വികാര ജീവികളായ മനുഷ്യരിൽ വ്യക്തികൾ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല, അത് വളരെ വലുതായിരിക്കും. നല്ലതോ ചീത്തയോ ആവട്ടെ, പതാകവാഹകനായി മുന്നിൽ നിന്ന് നയിക്കാൻ തക്ക ശേഷിയുള്ള കെൽപ്പുള്ള ഒരു നേതാവ് ഏതൊരു മുന്നേറ്റത്തിനും വളരെ അത്യാവശ്യമാണ്. നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയിൽ നമുക്കത് കാണാനാവില്ല. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട സ്റ്റാമിനയോ അല്ലെങ്കിൽ തുടർച്ചയായി പണിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയോ രാഹുലിന് ഇല്ല. ഇടയ്ക്കിടെ ആഴ്ചകളോളം ഉല്ലാസത്തിനായി പോകുന്നത് അതൊക്കെയാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ അധികാരം രാഹുലിന് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു ധാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ് കോൺഗ്രസും രാഹുലും ഈ പുതിയ കാലത്തെ ജനങ്ങൾക്കായി മുന്നോട്ട് വെക്കുന്നത്. ഇടയ്ക്കിടെ പറയുന്ന ഇന്ദിരാ പാരമ്പര്യമൊക്കെ അതാണ് കാണിക്കുന്നത്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ രാജ്യത്തു നിന്ന് തുടച്ചു നീക്കിയ രാജഭരണ സംവിധാനങ്ങളെ പോലെയാണ്. ഒരു പൊളിറ്റിക്കൽ രാജ കുടുംബം അതായി മാറിയിരിക്കുന്നു കോൺഗ്രസ്. എന്നാൽ ഇന്നത്തെ ജനറേഷന് വേണ്ടത് ആരുടെ പേരക്കുട്ടിയോ എന്നുള്ളതൊന്നുമല്ല, സ്വന്തമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നതിലാണ് കാര്യം. അതിലാണ് പുതിയ വോട്ടർമാർ ശ്രദ്ധിക്കുന്നത്. കോൺഗ്രസ് തകർത്തെറിഞ്ഞ 2019 ഇലക്ഷനിൽ പോലും 12 കോടിയോളം വോട്ട് നേടിയ പാർട്ടിയാണ് കോൺഗ്രസ്. അതായത് കോൺഗ്രസിന് രാജ്യത്തുടനീളം വേരുകളുണ്ട്. നന്നായി വെള്ളമൊഴിച്ചാൽ പടർന്ന് പന്തലിക്കാൻ കഴിവുള്ള വേരുകൾ. എന്നാൽ മഴ കിട്ടേണ്ട വേരുകൾക്ക് അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്കായി മുറവിളി കൂട്ടുന്ന കുറച്ച് മലയാളികളും ഉണ്ടാവും. അവരോടൊരു ചോദ്യം, ഈ രാഹുൽ ഗാന്ധിയുടെ ഈ രാഹുൽ യുഗത്തിലാണ് കോൺഗ്രസ് ഏറ്റവും ദുർബലമായി നിൽക്കുന്നത്. നെഹ്റു ഇന്ദിരാ കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരാളോട് ഇത്രയും ക്ഷമ നിങ്ങൾ കാണിക്കുമോ? എത്രയെത്ര പവർഫുള്ളായ നേതാക്കളുണ്ട് കോൺഗ്രസിൽ. അവരെയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നതല്ല രാജ്യത്തിനും കോൺഗ്രസിനും നല്ലത്. കോൺഗ്രസിനെ പോലെ രാജ്യത്തുടനീളം വേരുകളുള്ള ഒരു പാർട്ടിയിൽ ശക്തമായ ഒരു നേതാവില്ല എന്ന് പറയുന്നത് തന്നെ വലിയ മണ്ടത്തരല്ലേ. ഈ കഴിഞ്ഞ മാസങ്ങളിൽ പേരിലൂടെ ഇലക്ഷനൊക്കെ നടത്തി ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. അതായത് ഗാന്ധി കുടുംബത്തിൽ ഓച്ചാരിച്ചു നിൽക്കുന്ന ഒരാളെയാണ് പ്രസിഡന്റായി നിയമിച്ചത്. ഈ തരത്തിലുള്ള പ്രവൃത്തികളാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി. 2014 വിജയം നേടിയ നരേന്ദ്രമോദി ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു, കോൺഗ്രസ് മുക്ത ഭാരതമാണ് എന്റെ സ്വപ്നം എന്നുള്ളത്. എന്നാൽ അത്രക്ക് വേണോ എന്ന് നമ്മളെല്ലാവരും ചോദിച്ചിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ ആ സ്വപ്നം വളരെ എളുപ്പത്തിൽ നടപ്പാക്കി കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ മുമ്പ് അമേഠിയിലെയും ഇപ്പോൾ വയനാട്ടിലെയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാവെന്ന നിലയ്ക്ക് ദേശീയ തലത്തിലും വട്ടപൂജമാണ് രാഹുൽ ഗാന്ധി. ഇപ്പോഴും തന്റെ ഗാന്ധി കുടുംബ പേരിനൊപ്പം സ്വന്തമായി മറ്റെന്തെങ്കിലും ചേർക്കാനോ സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനോ രാഹുലിനായിട്ടില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല ഉദ്ദേശമാണ് എന്നൊക്കെ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ശുദ്ധൻ ഒരു ദുഷ്ടന്റെ ഫലം ചെയ്യും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി. ഒന്നുകിൽ രാഹുൽ ഗാന്ധി കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഒരു മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുക, അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും രാജ്യത്തിന്റെയും മുന്നേറ്റത്തിന്
തടസ്സം നിൽക്കാതെ മുന്നിൽ നിന്ന് മാറി നിൽക്കുക. രാഹുൽ ഗാന്ധിയുടെ വീണ്ടുമുള്ള വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം വലിയ തമാശയാണ്. കാരണം BJPയോട് നേരിട്ട് ഏറ്റുമുട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഓടി ഒളിച്ച് വയനാടിന്റെ കാടുകളിൽ അഭയം പ്രാപിക്കുന്ന രാഹുൽ ഗാന്ധി അതൊരു തമാശ തന്നെയാണ്. ഇത്തരം മണ്ടൻ തീരുമാനങ്ങൾക്കുള്ള മറുപടി അദ്ദേഹത്തെ വയനാട്ടിൽ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്.